എന്താടി ഒരു നാറ്റം? ഈ അലമാരി വൃത്തിയാക്കുന്നതാ. അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റും കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. അയ്യോ പൊള്ളി തീ. ചേട്ടാ തീ ഉണ്ടോന്നേ? ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. കളഞ്ഞോ? നീ ആ പഴക്കൊല്ല എടുത്തു തൂക്കോ. പോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമടി. എന്ത് പറ്റി? ഞങ്ങൾ രണ്ടുപേരും കൂടി കൊല. എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവാ. എനിക്ക് അയവാ. മുന്നുമ്മ. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ, ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. എന്താണ് അന്ന കുഞ്ഞിരാമെന്ന് വിളിച്ചേക്ക് വിളി വെക്കൂ. രണ്ടാളും വിളി കേൾപ്പിച്ചെടുപ്പ അയാള്. ഒലക്കാക്കൂ. ഇവര് പട്ട മേടിച്ചു തന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ? സാറേ ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണേ. താനിവരോട് പട്ട മേടിച്ചാണെന്ന് പറഞ്ഞില്ലേ? സാർ ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ പട്ടചാരായത്തിന്റെ കാര്യമല്ല പറഞ്ഞു. പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പിടിയാനും ഒന്നല്ലല്ലോ. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അതോ നമ്മൾ ഒരു തോന്നിയാസം കാണിച്ചില്ലല്ലോ സാറേ. ആനയ്ക്ക് അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസനോടോ? ആനയ്ക്ക് ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ? സാറേ ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാ? മുണ്ടാണ്ടിരിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫേ, എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? മുണ്ടത് ബാപ്പാണെന്നോ ഞാൻ നോക്കൂല. മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ? സർ, ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് ചോദിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ, ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സർ. എടോ തിരുവനന്തപുരത്ത് അങ്ങ് വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാം. ആ വഴിക്കങ്ങ് നോക്ക്. എങ്ങനെ ചേച്ചി ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ. ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്ന് മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉരിയാ. നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി. പോടി. എന്താണോ ചേച്ചി?
ഗുഡ് മോർണിംഗ് സാർ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ ഞാൻ മാജിക് മത്തായി. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളത്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം. പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം ഐസ്ക്രീം ക്രീം. ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കാം. മനുഷ്യനോ? നീ വീണ്ടും എന്നെ സൂക്കാനാക്കരുത്. പോയി ഗ്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല ഇതാര് സർക്കാരോ? ആ പേരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതട അലമാരിയില്. പഴയ സാധനങ്ങള് തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് ഞാൻ എന്നെ അന്വേഷിച്ച് പുറേ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ? അല്ല ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ ബാപ്പക്ക് റാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ബാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ചു. ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. ആ ചെക്കനെ എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കുട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സുകാരനും തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ? പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. അതും ഇതും പറഞ്ഞ് അടുത്ത് കൂടും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം വിടും. അടിച്ചോണ്ട് പോകാൻ അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ. ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷിച്ചാൽ മതിയല്ലോ. ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കൻ നേരെ അങ്ങോട്ട് പോയി അത് അടിച്ചു നിങ്ങളെ ഞാനൊന്ന് കുറെ പോയി തരാം. മാധവൻകുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ. മാധവൻകുട്ടി, മാധവൻകുട്ടി മോനെ എണീറ്റിരി. മാധവൻകുട്ടിയെ മാധവൻകുട്ടിയെ കണ്ണോർക്ക്. എന്താ മാധവൻകുട്ടി, എന്താ പറ്റി? എല്ലാവരും ഒരാള് കാരണ. ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ. തന്നെയല്ല, എല്ലാ പണി ഒറ്റ ചെയ്യല്ലേ. ആ സമയത്ത് കാലിനെന്തോ പറ്റിയതാ. അന്നേരം സാരില്ലെന്ന് വെച്ച് വിട്ടും കളഞ്ഞി. എന്തോ തുരുമ്പിടിച്ച സാധനം കൊണ്ടാ. അല്ലാതെ അങ്ങനെ വീർക്കൂല്ല, പനിക്കൂല്ല. ഓൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാണ് നമ്മള് പേടിച്ചു പോയി മോനെ. മാധവൻകുട്ടിയെ ഈ നല്ലോണം ഉറങ്ങ്, പേടിക്കണ്ട. പനി കുറയാനുള്ള മരുന്നാണ് നമ്മൾ തന്നത്. അതിക്ക് കണക്കാക്കണ്ട. ഈ രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെപ്പിച്ചാളാം. പോടോ. ഓ
ഈ ടോർച്ച് എവിടെ വെച്ച്? ടോർച്ച് വീടോടെ വെച്ചല്ലേ ഞാന്. ആ. മോനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, എല്ലാം പറിച്ചോന്ന് നോക്കൂ. ബാ പോട്ടെ. ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ? നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ? നിനക്ക് വിശക്കുണ്ടല്ലേ? ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും. ബോബി, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവേട്ടനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല, മാധവേട്ടനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി.